ഇന്ന് നമ്മൾ വളരെ പണ്ട് കാലം മുതൽ തന്നെ ചെയ്തു വരാറുള്ള കുരുമുളകും അതുപോലെ തന്നെ മോരും കൂടെ ചേർത്തിട്ട് അതുപോലെ തന്നെ വേറെ കുറേ സ്പൈസസും കൂടി ചേർത്തിട്ടുള്ള ഒരു നല്ല ഒരു ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. പ്രത്യേകിച്ച് കുരുമുളക് കുറച്ച് നമ്മളതിൽ കൂടുതൽ ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ദഹനക്കേട്, ഇൻഡൈജഷൻ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചോറിൽ ചാറ് ഒഴിച്ചിട്ട് കഴിക്കണമെങ്കിൽ പെട്ടെന്നൊക്കെ ഡൈജഷൻ ശരിയാവും. അതുപോലെ തന്നെ ചുമ ജലദോഷമുള്ള സമയത്തും അതേപോലെ നമ്മൾക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് ടേസ്റ്റ് ഒന്നും അറിയാതിരിക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഇതുപോലെ ചോറിൽ ഒഴിച്ചിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോ നോക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് കുരുമുളക് എടുത്തു. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ജീരകം, അതുപോലെ വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു വറ്റൽമുളക്, ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇത് അരച്ചെടുക്കാനുണ്ട്. പക്ഷെ അതുപോലെ മല്ലി കേട്ടോ, ഇപ്പം ഞാൻ മല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ അത് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ അരയ്ക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്തതിന് ശേഷം ഇത് കണ്ടോ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് നോക്കിയിട്ട് അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പൂണും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നമുക്കിനി ഈ അരച്ച് വെച്ചത് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഈ വെള്ളം പോരാ കേട്ടോ. ഞാനിപ്പോൾ മിക്സി കഴുകാൻ നമുക്ക് എളുപ്പമല്ലേ, ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ മിക്സി കഴുകാൻ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യം നടക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കറി റെഡിയാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിൽ നമ്മളിപ്പോൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള എന്താ പറയുക കുരുമുളകും ജീരകത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഫ്ലേവറൊക്കെ, ഈ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇത് താഴത്തേക്ക് ഇറങ്ങി വരുമല്ലോ. അതുപോലെ നന്നായിട്ട് സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ചാറിന് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം കൂടുതലെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഒരു സ്റ്റീലിൻ്റെ ചായ, ഇപ്പോൾ നമ്മൾ ചായക്കാരുടെ മഗ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, ആ ഒരു മഗ്ഗിനാണ് ഞാൻ വെള്ളം എടുത്തത്. അപ്പോൾ അത് നമ്മളതിനെ തിളച്ചിട്ട് ഒരു 3/4 മഗ് വരെ ആവും ആ വെള്ളം. നമ്മൾ ഇതിനെ നമ്മളൊന്ന് തിളപ്പിക്കും. അപ്പോൾ തിളപ്പിക്കുമ്പോൾ ചാറ് ഒരു 3/4 മഗ് വരെ ആവും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മഗ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കളയാൻ നമുക്കിതിന് വേണ്ട വെള്ളം മാത്രം നമ്മൾ യൂസ് ചെയ്യുള്ളൂ, വെള്ളം മാത്രമേ നമ്മളിത് തിളപ്പിക്കുള്ളൂ. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിനി ഇത് കളയാം കേട്ടോ. ഈ അരിപ്പിലുള്ളത് നമുക്ക് കളയാം, അതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിൽ വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് നമുക്കിതിന് ഈ ചാറിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച്, ഒരുപാട് കൂടരുത്, കുറച്ച് ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് കണ്ട ഈ ഒരു കപ്പിനാണ് ഞാൻ ആ ചീനച്ചട്ടിയിൽ നിന്ന് ഈ കപ്പിൽ ഒഴിച്ച് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഈ കപ്പിൽ ഒഴിച്ചാണ് കേട്ടോ. ഇത്ര വലിപ്പമുള്ള കപ്പാണ്. ഞാൻ വീണ്ടും കപ്പെന്ന് മാറ്റിയിട്ട് ഈ ചീനച്ചട്ടിയിൽ തന്നെ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. മൂടി വയ്ക്കരുത് കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ പൊന്തി പോവും. അപ്പോൾ മൂടി വയ്ക്കാതെ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരും. ഇതുപോലെ ചാറ് നന്നായിട്ടൊന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ സ്റ്റീൽ മഗ് തന്നെയാണ്, അതിൽ തന്നെയാണ് എടുത്തത് കേട്ടോ. മോര് ഒരു 1/4 മഗ് മോര് എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. മോര് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കിയിട്ട് അതൊന്ന് തിളച്ചാൽ മതി, ഒരുപാട് നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോരൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് കണ്ടോ ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം.
നമുക്കിനി കടുക് താളിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. ഈ സമയത്ത് വറ്റൽമുളക് പൊട്ടിച്ചത് 2 എണ്ണമാണ് ചേർത്തത്. അത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ഈ മഴക്കാലത്തും അതുപോലെ തന്നെ കർക്കിടക മാസത്തിലൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. വളരെ പണ്ട് കാലം മുതൽ തന്നെ മുത്തശ്ശിമാരൊക്കെ ചെയ്തു വരുന്ന ഒരു കുരുമുളകും അതുപോലെ മോരും ഉള്ള ഒരു ചാറാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻസും കൂടി അറിയിക്കുന്നുണ്ട്. പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.